Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. ആദ്യമായിട്ട് ഓപ്പോയുടെ റെനോ 5 പ്രോ സീരീസിനെ കുറിച്ച് പറയാം. ഈ ഒരു സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതിന്റെ BIS സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ താമസിയാതെ തന്നെ അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓപ്പോ റെനോ 5 പ്രോ അല്ലെങ്കിൽ ആ ഒരു 5 സീരീസിനെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഒരു ഒത്തിരി പഴയ സ്നാപ്ഡ്രാഗൺ പ്രോസറാണ്, സ്നാപ്ഡ്രാഗൺ 865 പുതിയതല്ല എങ്കിൽ പോലും ഒരു ഓപ്പോ ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സംഭവമല്ല. നമുക്ക് ആ ഒരു പ്രൈസിന് നല്ല സ്റ്റൈൽ ആൻഡ് ലുക്കുള്ള ഒരു നല്ല ഒരു സ്മൂത്ത് ആയ പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ കിട്ടുക എന്നുള്ളതാണ്, നല്ല ക്യാമറയുള്ള ഒരു ഫോൺ കിട്ടുക എന്നുള്ളതാണ് അവിടെ നമ്മൾ നോർമലി ഒരു ഓപ്പോ ഫോൺ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇത് ഒരു മുതലാവുമെന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും ഇന്ത്യയിൽ വരുമ്പോൾ അതിന്റെ പ്രൈസിങ് എത്രയായിരിക്കും കൂടി നോക്കാം, എങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ 1000+ എന്ന് പറയുന്ന ഡയമൻസിറ്റി പ്രോസർ ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കുന്നത്. സോ അത് ഏത് സീരീസ് ആണ് വരാൻ പോകുന്നത്, ഏത് ഫോണാണ് വരാൻ പോകുന്നത്, പ്രോസർ ഏതാണ്, ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. ബട്ട് ഇപ്പോൾ BIS സർട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ഫോണിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്ന പോലെ 865+ ആ ഒരു സെറ്റപ്പ് അല്ല കാണുന്നത്, ഡയമൻസിറ്റി 1000+ ആണ്. സോ ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും വരാൻ പോകുന്ന ഓപ്പോ റെനോ സീരീസിലെ ഫോൺ എന്ന് പറയുന്നത് ഡയമൻസിറ്റി 1000+ എന്ന് പറയുന്ന പ്രോസർ വെച്ചുകൊണ്ടാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, റെഡ്മിയുടെ തന്നെ ഒരു 700 സീരീസ് ഫോൺ വരാൻ പോകുന്നതായിട്ട് ഇപ്പോൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. ഒരു 700 സീരീസ് 7350 എന്നൊക്കെയാണ് ഇതിന്റെ പ്രോസറിന്റെ ഭാഗത്ത് കേൾക്കുന്ന ഒരു നമ്പർ. ഈ ഒരു നമ്പർ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വരാൻ പോകുന്ന 700 സീരീസ് പ്രോസർ വെച്ചുകൊണ്ട് വരാൻ പോകുന്ന ഒരു ഫോണാണ് പുതിയൊരു ഷവമി ഫോൺ എന്ന് പറയുന്നത്. ആ ഒരു ഫോണിന്റെ കാര്യമാണ് ഈ ഒരു കോഡ് നമ്പർ അല്ലെങ്കിൽ ഈ ഒരു നമ്പറൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ധാരാളമായിട്ട് ലീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഷവമിയുടെ വരാൻ പോകുന്ന ഫോൺ മേ ബി അത് RedmiK40 ആയിരിക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ K സീരീസിലെ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു K40 ഫോൺ താമസിയാതെ വരുമെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, പോക്കോ F3 F2 എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിഞ്ഞ ദിവസം ടീസറിലൊക്കെ പോക്കോ F2ന്റെ കാര്യങ്ങൾ കാണിച്ചിരുന്നു. ഇപ്പൊ F3യെ കുറിച്ച് കേൾക്കുന്നുണ്ട്. F3 എന്ന് പറയുന്നത് പോക്കോ F3 അല്ല, F3 പ്രോ. പോക്കോ F2 പ്രോ പോലെ F3 പ്രോ എന്ന് പറയുന്ന ഒരു ഫോണാണ് പുതിയതായിട്ട് കേൾക്കുന്നത്. സോ ഇത് K40യുടെ ഒപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു വിഷയമാണ് ഈ പോക്കോ F3 പ്രോ എന്ന് പറയുന്ന ഫോണിനെ കുറിച്ച്. സോ പോക്കോ കുറച്ച് നല്ല ഫോണുകൾ എന്തായാലും 2021 കൊണ്ടുവരും എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. F2 അതിന്റെ ഭാഗമാണ്, അതേപോലെ F3 പ്രോയും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണുകളെ കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ നമുക്ക് ധാരാളമായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സോ താമസിയാതെ നമുക്ക് ഇതിന്റെയൊക്കെ ലോഞ്ച് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും F2 എന്തായാലും അവർ ഒഫീഷ്യലി ഇത് F2 എന്നുള്ള ഒരു ഇത് കൊടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ പോക്കോ F3 പ്രോയും നമ്മുടെ മുമ്പിലേക്ക് എത്തും. സോ ഈ പോക്കോ ഫോണുകൾ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ഉള്ള ഫോണുകളിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഫോണുകൾ തന്നെയാണ്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല കിടിലൻ പോക്കോ ഫോണുകളാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, OnePlusന്റെ 9 സീരീസിലെ ഫോണുകളുടെ സ്പെസിഫിക്കേഷൻ 9 പ്രോ 9 ആ ഫോണുകളിലേക്ക് സ്പെസിഫിക്കേഷൻസിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ് ഞാനൊന്ന് പറയാം. സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസർ തന്നെയായിരിക്കും. 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടായിരിക്കുക. 4500 mAh ബാറ്ററിയോടൊപ്പം 65 വാട്ടിന്റെ വയേർഡ് ചാർജിങ്ങും 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും 50 മെഗാപിക്സൽ വീതമുള്ള 2 ക്യാമറകൾ, അതിന്റെ ഒപ്പം 13 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും റിയർ സൈഡിൽ. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഈ ഫോണിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ ഒപ്പം ഡോൾബി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. മറ്റൊരു OnePlus ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ സ്ക്രീനിൽ കാണാം. സോ എന്തായാലും ഇങ്ങനെ OnePlus ഫോണുകളുടെ സ്പെസിഫിക്കേഷനൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് സജീവമായിട്ട് അവൈലബിൾ ആണ്. ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ലീക്കായിട്ട് വരുന്ന ഇൻഫർമേഷൻ ആണ്. സോ എന്തായാലും നമുക്കിതൊരു ന്യൂസ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ട് വിവരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇനിയും കുറച്ചധികം നാൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവും OnePlus 9 സീരീസ് എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യം, Realme UI 2.0 ബീറ്റ വെർഷൻ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. Realme 6 Pro, 7, X2 Pro, Realme Narzo സീരീസിലെ ചില ഫോണുകൾ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് ബീറ്റ വെർഷൻ അവൈലബിൾ ആയിട്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോൺ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ വെർഷൻ Realme UI 2.0 ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ബട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കുക, ബഗ്സ് ഒക്കെ ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് റിവേർട്ട് ചെയ്യേണ്ടി വന്നാൽ, ഇത് മാറ്റി പഴയ വെർഷനിലേക്ക് പോകേണ്ടി വന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഡാറ്റാസ് സേഫ് ആക്കി മാറ്റി വെക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. സ്റ്റേബിൾ വെർഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിയിട്ട് അവരുടെ സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിലേക്കുള്ള ബീറ്റ വെർഷൻ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം. എന്തായാലും Realme UI 2.0 ബീറ്റ വെർഷൻ കുറച്ചധികം ഫോണുകളിലേക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു കാര്യം, OnePlusന്റെ ബാൻഡ്, OnePlus 9 സീരീസിന്റെ കാര്യം പറഞ്ഞു. കൂടുതൽ തന്നെ OnePlus വാച്ചും ബാൻഡും ഒക്കെ വരാൻ പോകുന്നുണ്ട്. ബാൻഡിന്റെ കാര്യത്തിൽ അതിൽ വാട്ടർ റെസിസ്റ്റന്റ്, ഹാർട്ട് റേറ്റ് സെൻസർ, അതേപോലുള്ള കാര്യങ്ങൾ, പിന്നെന്തോ സ്പോർട്സ് മോഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോർമലി ബാൻഡിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേൾക്കുന്നുള്ളൂ. വേറെ സർപ്രൈസിംഗ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും OnePlusന്റെ ആ ഒരു ബ്രാൻഡിന്റെ ബാൻഡും താമസിയാതെ നമ്മുടെ മുമ്പിലേക്ക് എത്തും. അതിന്റെ ഒരു ഇമേജ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവും OnePlusന്റെ ബാൻഡ് എന്നുള്ള കാര്യം.
ഇനി അടുത്തൊരു കാര്യം പബ്ജിയുമായി ബന്ധപ്പെട്ടതാണ്. പബ്ജിയുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പബ്ജി ഇന്ത്യയുടെ സ്റ്റാഫായിട്ട് കുറച്ചധികം പേരെ കൂടി പബ്ജി കോർപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ക്രാഫ്റ്റണിങ് ആ ഒരു കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്റ്റാഫുകൾ പബ്ജിയുടെ ഇന്ത്യൻ ഓഫീസിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതൽ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് സർക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പബ്ജിയുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ബട്ട് സർക്കാർ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് മൂവ്മെന്റും കാണിച്ചിട്ടില്ല. അതായത് ഒരു മീറ്റിംഗിന് പോലും അനുമതി കൊടുത്തിട്ടില്ല. അവരുടെ ഒരു ഹിയറിംഗിനൊന്നും തയ്യാറായിട്ടില്ല. സോ അതിൽ യാതൊരുവിധ പുരോഗതിയില്ല. ബട്ട് പബ്ജി അവരുടെ ഭാഗത്തു നിന്നുള്ള മൂവ്മെന്റുകൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പബ്ജി 2024 ഗംഭീരമായ പ്ലാനൊക്കെ ഈ സ്പോർട്സ് മേഖലയ്ക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് പബ്ജി ചെയ്യാൻ പോകുന്നത്, നോർമലി ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിന് വേണ്ടി അവരെന്തൊക്കെ ചെയ്തുകൊണ്ടാണ് പബ്ജി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും പബ്ജി കാര്യമായിട്ട് തന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് പബ്ജി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റിനിങ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോഴും മനസ്സിലാവുന്നത്. ബട്ട് പുരോഗതിയൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇതിനിടയ്ക്ക് ഒരു കമന്റ് കണ്ടത് പബ്ജിയുടെ വാർത്തയിട്ട് എന്തിനാണ് വ്യൂ പിടിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു നമ്മൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ ന്യൂസ് അപ്ഡേറ്റും ടെക് അപ്ഡേറ്റും ഒരുപോലെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് പബ്ജി ആയാലും ശരി മറ്റെന്ത് വിഷയമായാലും ശരി അത് വ്യൂ പിടിക്കാൻ വേണ്ടി ഇടുന്നതാണെന്നുള്ള ധാരണ തെറ്റാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ആ കമന്റ് ചെയ്ത സ്പെസിഫിക് പേഴ്സണെ സംബന്ധിച്ച് അദ്ദേഹം പബ്ജിയുടെ കാര്യം മാത്രം അറിയാൻ വേണ്ടി അഗ്രസീവായിട്ട് വന്നതുകൊണ്ട് അങ്ങനെ തോന്നിയതായിരിക്കും. നമ്മളിവിടെ എല്ലാ തരം വാർത്തകളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ പബ്ജിയെ കുറിച്ചുള്ള വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. പബ്ജിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്നില്ല. സ്പെഷ്യലായിട്ട് ചെയ്യാൻ മാത്രം ഒരു തരത്തിലുള്ള പുരോഗതിയും പബ്ജിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ആ ഒരു ട്രെയിലർ ഇറങ്ങിയ ശേഷം യാതൊരു അപ്ഡേറ്റും അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല. അപ്പം എന്തായാലും ഇതുപോലെ ന്യൂസ് അപ്ഡേറ്റിന് ഇടയ്ക്ക് മാത്രമായിരിക്കും പബ്ജിയുടെ അപ്ഡേറ്റ് നമ്മൾ തരാൻ പോകുന്നത്. അതിനുള്ള ഓപ്ഷനെ അല്ലെങ്കിൽ അതിനുള്ള ആവശ്യമേ ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റിയൽമി 8 സീരീസ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇറക്കുന്ന ആൾക്കാർ തന്നെയാണ് റിയൽമി. ഒരു ചെറിയ ബ്രേക്ക് പോലെ നമ്മൾ തോന്നിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 8 സീരീസ് ജനുവരിയിൽ തന്നെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നാർസോ 30 സീരീസും ജനുവരിയിൽ തന്നെ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. 8 സീരീസിൽ 8 എന്തായാലും സ്നാപ്ഡ്രാഗൺ 720 ആയിരിക്കും പ്രോസർ. ഇപ്പോൾ റിയൽമി 7 പ്രോയിൽ കാണുന്ന പ്രോസർ ആയിരിക്കും റിയൽമി 8 വരിക. 8 പ്രോയിൽ ഏതായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴേക്ക് അറിയില്ല. എന്തായാലും ഒരു കിടിലൻ സെറ്റപ്പിൽ തന്നെ 8 സീരീസ് അവർ ലോഞ്ച് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 7 സീരീസിൽ 7 പ്രോയൊക്കെ ഇറങ്ങുമ്പോൾ കാര്യമായൊരു ചേഞ്ച് നമുക്ക് 6 പ്രോയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ 8 പ്രോയിൽ ഒരു ഹ്യൂജ് ജമ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും 8-നകത്ത് സ്നാപ്ഡ്രാഗൺ 732 ആയിരിക്കും പ്രോസർ എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് സ്റ്റേഴ്സ് കൊണ്ടുവരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് ന്യൂസ് അപ്ഡേറ്റ്. വീണ്ടും മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.